മുഖം രക്ഷിക്കലല്ല, മുഖം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ശരിക്കും. കാരണം ഇത് അങ്ങനെ ഒരു സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കുന്നൊരു മെസ്സേജാണ്. ഒരു ഭരണസമിതിയിൽ പ്രധാന സ്ഥാനത്തിരിക്കുന്നവർ കുറ്റാരോപിതരാകുമ്പോൾ അവർ രാജിവെച്ച് പോകുന്നതോടുകൂടെ തീരുന്നില്ല. ആ ഒരു അവർക്ക് ആരോപിക്കപ്പെട്ടതിന്റെ ഒരു എന്താ പറയാ ഒരു പങ്കെന്നല്ല, അതിന്റെ ഒരു ഭാഗവാക്കാണ് നമ്മളൊക്കെ. അപ്പോൾ ഭരണസമിതിക്ക് തന്നെ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെടും. അപ്പൊ ആ അർത്ഥത്തിൽ അങ്ങനെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട ഒരു ഭരണസമിതി തുടരുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് അത് സ്വമേധയ നമ്മൾ എല്ലാവരും രാജിവെച്ച് ഭരണസമിതി ഡിസോൾവ് ചെയ്യാം, പിരിച്ചുവിടണം. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഏകകണ്ഠമായ തീരുമാനമാണ്. കാരണം ഇതിലൊന്നും ആർക്കും പ്രഷറൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ രാജിവെക്കുക അല്ലെങ്കിൽ രാജിവെക്കണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്കാരല്ല ഞങ്ങളൊന്നും. അതാണ് ആ പാർട്ടി ആലോചിക്കേണ്ടത്. കാരണം ഇപ്പം ഞങ്ങൾ ഈ സൊസൈറ്റിക്ക് കാണിച്ചു കൊടുത്തൊരു മാതൃകയാണ്. ഞങ്ങളുടെ ഭരണപക്ഷത്തുള്ള അല്ലെങ്കിൽ ഭരണസമിതിയിലുള്ള ആൾക്കാർക്കെതിരെ ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ ഞങ്ങൾ ഭരണസമിതി തന്നെ പിരിച്ചുവിട്ടു. ഞാനിപ്പം ഗവൺമെന്റ് പിരിച്ചുവിട്ടെന്നല്ല പറയുന്നത്, പക്ഷേ ഇതൊരു മാതൃകയാണ്. ഇത് പലർക്കും മാതൃകയാക്കാവുന്നതാണ്. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പോകുന്ന ഒരാൾ ഭാരവാഹി ആകുമ്പോൾ അയാൾ ആലോചിക്കും, ഞാൻ കാരണം ഈ ഭരണസമിതി തന്നെ ഇല്ലാതെയാകുമോ, സംഘടനയ്ക്ക് ദോഷം പറ്റുമോ എന്നുള്ളൊരു ചിന്തയെങ്കിലും അവർക്കുണ്ടോ? നയരൂപീകരണ സമിതിയിലടക്കം മുകേഷുണ്ട്. അതൊക്കെ അത് പാർട്ടിയുടെ ഭാഗമായതുകൊണ്ടാണ്. ഇപ്പൊ ആരോപണം അന്ന് വന്നിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ മുകേഷിന് നേരെ ആരോപണം വന്നത്. നയരൂപീകരണ സമിതിയിൽ അദ്ദേഹത്തെ മുൻപേ സജസ്റ്റ് ചെയ്താന്ന് തോന്നുന്നു. ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം അമ്മയുടെ ആദ്യത്തെ പ്രതികരണം ഉണ്ടായിരുന്നത്, സാർ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നത് അമ്മ മീറ്റിംഗ് ചേരും, അതും ചർച്ച ചെയ്യും, തീരുമാനം പറയുന്നതായിരുന്നു. അതിനു മുമ്പ് ഇങ്ങനെ രാജിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം, കൂട്ടമായ രാജിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം അല്ല. ഞങ്ങൾ മീറ്റ് ചെയ്തു. ഞങ്ങൾ മീറ്റ് ചെയ്യുന്ന ഫിസിക്കൽ മീറ്റിംഗ് അല്ല. നമ്മൾ ഇപ്പം ഒക്കെ ഡിജിറ്റലല്ലേ, ഓൺലൈനിലും അതുപോലെയുള്ള രീതിയിലും മീറ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും അഭിപ്രായം സമന്വയിപ്പിച്ചു. അപ്പോൾ ആർക്കും അതിൽ ഒന്ന് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലർക്കും വേണോ വേണ്ടെന്നൊക്കെ ഉള്ളതും ഇത് ശരിയാണോ. കാരണം ഇപ്പോൾ ഇതേപോലെ ടെക്നിക്കൽ സൈഡിലുള്ള ടെക്നീഷ്യൻസിന് നേരെയും ഇതേപോലെ ആരോപണം വന്നിട്ടുണ്ട്. അപ്പോൾ ഫെഫ്ക പോലത്തെ സംഘടനകൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് കാണാം. ഞങ്ങളൊരു മാതൃക കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കാണിച്ചിരിക്കുന്നതാണ് ഭരണസമിതിയുടെ എല്ലാവരും അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ കൂട്ടമായി രാജിവെക്കുന്നതിന് പകരം ഇതിൽ നിന്നുകൊണ്ട് ഈ സംഘടന അല്ലല്ലോ തെറ്റ് ചെയ്തത്, ചില അംഗങ്ങളാണല്ലോ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ സംഘടനയായിട്ട് അതിനെ കൈകാര്യം ചെയ്യല്ലേ വേണ്ടിയിരുന്നത്? അതിനെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുകയല്ലേ വേണ്ടിയിരുന്നത്? അല്ല, ഞങ്ങളാരും സംഘടനയിൽ നിന്ന് മാറിയിരിക്കുന്നില്ലല്ലോ. ഞങ്ങളൊക്കെ എപ്പോഴും അംഗങ്ങളാണ്. സംഘടനയിൽ നിന്നും രാജിവെച്ച് പോകുമ്പോഴാണ് ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. നമ്മളൊക്കെ അതേ സംഘടനയിൽ നിൽക്കുന്നു. ആ സംഘടനയുടെ അടുത്ത ഭരണസമിതിയിൽ ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. നമ്മൾ ആ സംഘടനയെ സപ്പോർട്ട് ചെയ്യാൻ കാരണം ആ സംഘടനയെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് അവശ്യ കലാകാരന്മാരുണ്ട്. ഗവൺമെന്റിനൊന്നും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ സഹായം ചെയ്യുന്ന, കൈനാട്ടം കൊടുക്കുന്ന ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, വയ്യാത്ത അസുഖബാധിതരുണ്ട്, ഞങ്ങൾ മാസം തോറും മരുന്ന് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ സംഘടന നിലനിർത്തേണ്ടത് നമ്മൾ ആവശ്യമാണ്. പക്ഷെ സംഘടനയിൽ ചില പുഴുക്കുത്തുകൾ വന്നാൽ നമ്മളതിന് നേരിടേണ്ടത് അവരെ പുറത്താക്കുന്നതോടുകൂടെ പ്രശ്നം പരിഹരിക്കുന്നില്ല. ഞങ്ങൾ സ്വയം കുരിശേറാണ്. മനസ്സിലായില്ലേ? അതാ നമ്മൾ കാണിക്കുന്നത്. അതൊരു തരത്തിലുള്ള ഒരു ഒളിച്ചോട്ടം കൂടിയല്ലേ? ഒളിച്ചോട്ടാണെങ്കിൽ സംഘടന രാജിവെക്കണ്ടേ? ഞങ്ങൾ സംഘടനയിൽ തന്നെ നിൽക്കുന്നു, നിങ്ങളെ ഫേസ് ചെയ്യുന്നു, നിങ്ങളുടെ കാര്യം പറയുന്നു. ഒളിച്ചോട്ടമല്ലത്. ഒളിച്ചോട്ടാണെങ്കിൽ ഞങ്ങൾ മിണ്ടാതിരിക്കണം, നിങ്ങൾ വരുമ്പോൾ വായനയുടെ ചകത്തിരിക്കണം. ആണോ? ഞാൻ പുറത്തു നിൽക്കുന്നില്ലേ നിങ്ങളുടെ മുമ്പിൽ? ഞാൻ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും നിങ്ങൾക്ക് ഫേസ് തരാൻ തയ്യാറാണ്. അങ്ങനെ കൂട്ടമായി രാജിവെക്കേണ്ടതില്ല ഒരു അഭിപ്രായം ഉണ്ടായിരുന്നോ സംഘടനയിൽ? ചർച്ചകളിൽ ഞങ്ങൾ പലതും പൊന്തി വരുമല്ലോ. എല്ലാവരും ഒറ്റയ്ക്ക് സ്വപ്നം കാണില്ലല്ലോ. നമുക്ക് നാളെ രാവിലെ ശരി രാജിവെക്കാം, ചില അഭിപ്രായം പറയും ഞാൻ തയ്യാറല്ല, വെക്കണോ, വെക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരും ഒക്കെ ഉണ്ടാവും. ഈ അമ്മയുടെ ഭാവി എന്താണ് ഇനി? നിങ്ങൾ അമ്മയ്ക്ക് നല്ല ഭാവിയാണ്. അല്ല, മുന്നോട്ടുള്ളൊരു അമ്മയ്ക്ക് യാതൊരു കുഴപ്പം. അമ്മ സംഘടനയ്ക്ക് ഒരു കുഴപ്പമില്ല. 506 പേരുള്ളൊരു സംഘടനയാണ്. ഞങ്ങൾക്ക് നിലനിൽക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, സ്വന്തമായ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഞങ്ങൾ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാണ് അതിൽ കുറച്ച് പേര് ഇപ്പോൾ ഒരു വീട്ടിൽ എല്ലാ മക്കളും ഇതുപോലെ ആവണമെന്നില്ലല്ലോ. അതുപോലെ കണ്ടാൽ മതി. ഇത് അല്ലാതെ ഇതോടുകൂടെ ഈ ലോകം അവസാനിക്കുക അങ്ങനെയൊന്നുമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് തലമുറ മാറ്റം വേണം, അല്ലെങ്കിൽ വനിതാ പ്രാതിനിധ്യം വേണം എന്നൊക്കെ പറഞ്ഞ് മുറവിളി വരുന്നുണ്ട്. തലമുറ മാറ്റം കൊണ്ടൊന്നും കാര്യമില്ല, തലയിൽ എന്തെങ്കിലും വേണം. അതാണ് തലമുറ മാറിയിട്ട് കാര്യമില്ല, തലയ്ക്കുള്ളിൽ എന്തെങ്കിലും വേണം. അപ്പം തലയ്ക്കുള്ളിലുള്ള ആൾക്കാർ ഒക്കെ ഭരണസമിതിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങളുണ്ടാവും. ഈ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം തുടർച്ചയായി ഇപ്പം പേര് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. ചിലതൊക്കെ പരാതിയിലേക്ക് പോയിട്ട് തന്നെ FIRലേക്ക് പോകാൻ പോകും. ഇത് ചർച്ച ചെയ്തോ സംഘടന? എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്? അത് ഈ ആരോപണം വന്ന ആൾക്കാർ അത് ഒരു പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല. സംഘടനയ്ക്ക് അതിലവരെ സഹായിക്കാനോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനോ പറ്റില്ലല്ലോ.
അല്ല, ചില ആളുകളൊക്കെ പറഞ്ഞിരുന്നു ചില രാഷ്ട്രീയ പ്രേരിതമാണ് ആരോപണം, അത്തരം ചില ഒരു പ്രതിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു വിലയിരുത്തലുണ്ടോ സംഘടന? നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോ എന്താ പറയുക, ഇതിപ്പോ ഒരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വന്നിരിക്കുന്നവർ നെല്ലാണോ പതിലാണോ നമുക്കറിയില്ല. അതിൽ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവാം, ഹോണസ്റ്റ് ആവാം. അപ്പോൾ ഇതൊക്കെ പിന്നീട് തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആർക്കും ആരെപ്പറ്റിയും എന്തും ആരോപിക്കാം എന്നുള്ളൊരു ഒരു നിയമത്തിൻ്റെതായ ഒരു ചെറിയ ഒരു ബലഹീനതയുണ്ടല്ലോ. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഫേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഈ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പോലീസ് കേസ് വേണോ വേണ്ടോ എന്നുള്ളതായിരുന്നു വലിയൊരു ചർച്ച ഉണ്ടായിരുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഉയർന്നിരുന്ന ആരോപണം, ആരെങ്കിലും ഉയർന്നിരുന്ന വാദം പരാതി നൽകാൻ തയ്യാറാണെങ്കിൽ അത് എഫ്ഐആറിലേക്ക് പോകട്ടെ എന്നുള്ളതായിരുന്നു. ഇപ്പൊ പരാതിയിലേക്ക് വന്നിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ പരാതിയിലേക്ക് വരുമ്പോഴേ കേസന്വേഷണത്തിന് സാധുതയുള്ളൂ, അത് പാടുള്ളൂ. അല്ലാതെ ഇപ്പൊ കമ്മിറ്റി ഇതൊരു ജുഡീഷ്യറി ബോർഡല്ല, ഒന്നാമത് ഹേമ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ മുമ്പിൽ വന്നിട്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരാൾക്കാർ വാടകയ്ക്കെടുത്ത് കൊണ്ടുപോകാൻ അവർ കൊണ്ടുവന്ന് അവർ ആരെപ്പറ്റിയൊക്കെ ആരോപണങ്ങൾ പറയുന്നു. ആ ആരോപണങ്ങൾ ശരിയാണെന്ന് വിശ്വസിച്ച് കേസ് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട ആളോട് വിളിച്ച് ചോദിക്കണം ഇവർ പറയുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ജുഡീഷ്യറിയാണ് അതൊക്കെ ചെയ്യേണ്ടത്, പോലീസാണ് ചെയ്യേണ്ടത്, പോലീസോ കോടതിയോ. ഈ സിനിമ എന്ന സംവിധാനം തന്നെ പലപ്പോഴും എന്താ പറയുക സന്ദേശങ്ങൾ നൽകുന്ന ഒരു മീഡിയമാണ്. അതിൽ പ്രവർത്തിക്കുന്നവർ കുറച്ചുകൂടി സാമൂഹ്യ പ്രതിബദ്ധത കാട്ടേണ്ടതല്ലേ? അപ്പോൾ സാഹിത്യത്തിലോ രാഷ്ട്രീയത്തിലോ സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ സന്ദേശങ്ങൾ നൽകുന്ന ഉത്തരവാദിത്വമൊന്നുമില്ല. സിനിമ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എൻ ഇൻഡസ്ട്രി. ഇതൊരു വ്യാവസായികമായ കഥയാണ്. ഇത് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം തന്നെയാണ്. ഇതിലൂടെ നാട് നന്നാക്കാനൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. ഞാനടക്കം ആഗ്രഹിക്കുന്നില്ല. നാട് നന്നാക്കാൻ എന്തൊക്കെ വഴിയുണ്ട്? നാടകമുണ്ട്, കഥാപ്രസംഗമുണ്ട്, എഴുതിയാൽ മതി, ലേഖനം എഴുതിയാൽ മതി, അതൊക്കെ ചെയ്താൽ മതി, പ്രസംഗിച്ചാൽ മതി, രാഷ്ട്രീയ പാർട്ടി ചെയ്ത് പ്രവർത്തിച്ചാൽ മതി. സിനിമ എടുക്കുന്നത് മണി ഇൻവോൾവ് ആയിട്ടുള്ള ബിസിനസ്സാണത്. അതും ഹ്യൂജ് എമൗണ്ട്, കോടികൾ മുടക്കിയിട്ടുള്ള സിനിമ നിങ്ങൾ നാട് നന്നാക്കാൻ വേണ്ടി എടുത്തു പറയുന്നത് തെറ്റാണ്. ഇനി അവാർഡിന് വേണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ടാവും, അവരുടെയും ഉദ്ദേശം പണം തന്നെയാണ്. അവരുടെ പടം 100 ദിവസം ഓടുമ്പോൾ പറയും തിയേറ്ററിൽ പോയി അയ്യോ ഞങ്ങളുടെ പടം 100 ദിവസം ഓടണ്ട എന്നാരും പറയില്ലല്ലോ. ഈ വ്യക്തികൾക്കെതിരെ വന്നിരുന്ന ആരോപണം എന്നതിലുപരിയായിട്ട് ഈ സംഘടന എന്നുള്ള തലത്തിൽ എന്തെങ്കിലും തരത്തിൽ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചതായി കരുതുന്നുണ്ട്? പ്രത്യേകിച്ചും നേരത്തെ സംഘടനയ്ക്ക് പരാതി നൽകിയിരുന്നു, അതിൽ പിന്നീട് നടപടി എടുത്തില്ല എന്ന് സംഘടനാ തലപ്പത്തുള്ള ആളുകൾ തുറന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊരു പ്രശ്നമല്ലേ? അത് അങ്ങനെ സംഘടന എന്നുള്ള രീതിയിൽ ആ സംഘടനയ്ക്ക് ആ സമയത്ത് വെച്ച് വീഴ്ച തന്നെയാണ്. അത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല. അന്ന് ഭരണസമിതി ഉണ്ടായിരുന്നവരാരോ അവർ ശരിയാൻ വന്നത് കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ്. ഒരു മെയിൽ വന്നതിന് മറുപടി അയക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും അന്നുണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. 2006 നടന്ന ആ ശ്രീദേവികയുടെ ഒരു സംഭവം എനിക്കറിയാം. കുട്ടി എനിക്ക് മെയിൽ അയച്ചിരുന്നു. അപ്പോൾ ഞാനൊക്കെ അങ്ങോട്ട് മറുപടി അയച്ചിട്ടുണ്ട്. ഞാനൊന്നും ഇതിലൊന്നുമില്ല, ഭരണസമിതിയിലൊന്നുമില്ല, സൗഹൃദത്തിൻ്റെ പേരിൽ അയച്ചിരുന്നു. അപ്പോൾ അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റി ഒന്നും അന്നത്തെ സംഘടന കൈക്കൊണ്ടിട്ടില്ല. അത് അങ്ങനെ റെസ്പോൺസിബിലിറ്റി കാണിക്കാതിരിക്കുന്ന സമയത്ത് പരാതിപ്പെടുന്നവർക്ക് അതൊരു തെറ്റായ മെസ്സേജ് നൽകില്ലേ, ഇവിടെ കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നിയിരിക്കാം. പക്ഷേ ഞങ്ങൾ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം ഒരു മെയിലിനും ഒരു മറുപടി അയക്കാതെ പോയില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ ഓഫീസ് ഫംഗ്ഷൻ ചെയ്തിരുന്നത്. ചെറുപ്പക്കാരൊക്കെ തന്നെയാണ്. ഇപ്പം സരയു അല്ലെങ്കിൽ അനന്യ, പിന്നെ വിനു മോഹൻ, നമ്മുടെ അൻഷിബ, ഇവരൊക്കെയാണ് ഓഫീസ് കൈകാര്യം ചെയ്തിരുന്നത്. ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ, പ്രസ് റിലീസ് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പോയില്ല. അല്ലാണ്ട് ഒരു വൺ മാൻ ഷോ അല്ലത്. അങ്ങനെ കരുതുന്നുണ്ട്. വൺ മാൻ ഷോയുടെ കാലം കഴിഞ്ഞു. ഈ നടിയെ ആക്രമിച്ച കേസിലടക്കം എന്താ പറയുക അമ്മ ഇടപെട്ട രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടായിട്ട് തോന്നിയിട്ടുള്ളൂ? കാരണം ആ കേസാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. അല്ല, അതിലൊക്കെ ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് തന്നെ അതിന് എതിർത്ത ആളാണ്. നിങ്ങൾക്ക് അറിയാലോ, മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. എൻ്റെ നിലപാടുകൾ അതായിരുന്നു. WCCക്കാർ പുറത്തു പോയി, ഞാൻ പുറത്തു പോയില്ല. കാരണം എനിക്കറിയാം പുറത്തു പോയാൽ ഫൈറ്റ് ചെയ്യുന്നതിന് ശക്തി പറയും, അകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ശക്തി കൂടും. ഇപ്പോഴും ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ നിലപാട്. ഇപ്പോൾ ടോട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത് സിനി ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ സംബന്ധിച്ചോളം ഒരു പോസിറ്റീവായ കാര്യമായിട്ട് തന്നെ അങ്ങനെ വിലയിരുത്താൻ പറ്റുമോ? പോസിറ്റീവാണ് തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഇത് കുറെ കൂടെ ട്രാൻസ്പെറൻ്റ് ആവുന്നു, ഡിസിപ്ലിൻഡ് ആവുന്നു, സുരക്ഷിതത്വം ലഭിക്കുന്ന ഇടമാവുന്നു എന്നൊക്കെയുള്ളൊരു അവസ്ഥ വന്നില്ലേ? അതായിരുന്നില്ലേ? ഇന്ത്യൻ സിനിമയിൽ ലോക സിനിമയ്ക്ക് തന്നെ മാതൃകയായി മാറും മലയാള സിനിമ ഇങ്ങനെ പോവുകയാണ്. കാരണം പുതിയ കുട്ടികളൊക്കെ ഭയങ്കര എഡ്യൂക്കേറ്റഡും ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. പഴയ കാലത്ത് സിനിമയിൽ വന്നത് ദാരിദ്ര്യം കൊണ്ടാണ് പലരും. അത് നിങ്ങൾക്ക് ഹിസ്റ്ററി നോക്കിയാൽ മതി. കോടമ്പക്കത്തേക്ക് കൊണ്ട് പോകുന്നത് അത്യാവശ്യം കാണാൻ ഭംഗിയും നൃത്തം ഒക്കെ പഠിച്ച് പാട്ടൊക്കെ പാടാൻ പഠിച്ച് പോകുന്നു വയറ്റിപ്പിഴപ്പോട്ട് പോകുന്നതാണ്. അത് കുറ്റം പറയാൻ പറ്റില്ല. അന്ന് സോഷ്യൽ സിറ്റുവേഷൻ അതായിരുന്നു. ഇന്നത് മാറി.
ഇന്നിപ്പോൾ സിനിമാ നടി ആവാൻ പറ്റിയില്ലെങ്കിൽ മറ്റെന്തൊക്കെ തൊഴിലുകളുണ്ട് സ്ത്രീകൾക്ക്. അതുകൊണ്ട് അതൊരു കാലം മാറി. അപ്പൊ ആ മാറ്റം ഇതിലുണ്ടായിരുന്ന പഴയ ആളുകൾക്ക് മനസ്സിലാകാതെ പോയതാണോ യഥാർത്ഥത്തിൽ? പഴയ ആൾക്കാർ അവിടെ തന്നെ നിന്നു, പഴമയിൽ തന്നെ അഭിലപിച്ചു. അതാണ്ടായിരുന്നു. അവരെ കണ്ണു തുറപ്പിക്കുന്നതാണ് ഇത്. അവരെ കണ്ണു തുറന്നു. കാരണം ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടെ സീൻ മാറിയില്ലേ. സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്, നല്ലതും ചീത്തയും ഒക്കെ വലിയൊരു ഘടകമാണ്. ഇപ്പം ഈ പുതിയ തലമുറയിലെ ആളുകൾ അഭിനയിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒരു ഭയമുണ്ട്. പൊതുവെ സിനിമയിലേക്ക് വരാൻ ഇങ്ങനെയാണോ നടക്കുന്നത് ഒരു ഭയം അവർക്കുണ്ട്. ഒരു ഭയമില്ല. എനിക്ക് പരിചയമുള്ള കുട്ടികൾ, എത്ര കുട്ടികൾ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു, തൻ്റെ ഇടമുള്ള കുട്ടികളാണ്. എടാന്ന് പറഞ്ഞാൽ പോടാന്ന് പറയാൻ കഴിയുന്ന കുട്ടികളാണ് മലയാള സിനിമയിലേക്ക് വരുന്ന ചെറുപ്പക്കാരറിയും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടെ അച്ഛനല്ലെന്നും ഉണ്ടാവില്ല. പണ്ടൊക്കെ അച്ഛൻ, അമ്മ, അനിയൻ, ഒരു ഫാമിലിയൊക്കെ ആയിട്ടാണ് സിനിമയിൽ അഭിനയിക്കാൻ പോകുക. കാരണം അറിയാലോ, കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ബോൾഡായിട്ട് ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകൾ എത്രയോ എനിക്കറിയാം. പിന്നെ മറ്റൊരു കാര്യം, അമ്മ സംഘടനയിൽ മെമ്പർഷിപ്പ് ചോദിച്ച സമയത്തോടെ നടന്മാരെ പെരുമാറിയെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ സംഘടനയിൽ ചേരാൻ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതല്ലാതെ തന്നെ പറ്റുന്ന കാര്യമല്ലേ? അതെ, ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഒരു ആരോപണങ്ങളാണ്. എനിക്കറിയില്ല. ഞാൻ സംഘടനയിൽ ചേർന്നത് ഇൻഫ്ലുവൻസ് കൊണ്ടൊന്നുമല്ല. ഞാൻ 4 ഗഡുക്കളായിട്ട് പൈസ കൊടുത്തതാണ്. അല്ല, അങ്ങനെ പൈസ ഇല്ലാത്തവർക്ക് മറ്റു ഉപാധികളുണ്ടെന്നാ പറയുന്നത്. അല്ല, അതൊക്കെ ഞങ്ങൾ ഇപ്രാവശ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നമ്മൾ ശക്തിയുക്തം ആവശ്യപ്പെട്ടിട്ട് എല്ലാവരും സമ്മതിച്ചു. അതായത് നമ്മളതിൽ അഭിനയിക്കുന്ന പലർക്കും സാമ്പത്തികമായിട്ട് നമ്മൾ വിചാരിക്കുന്ന വലിയ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. എന്നാലോ ഞങ്ങളുടെ സംഘടനയിൽ വരണമെന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപയാവും മെമ്പർഷിപ്പ്. അപ്പം 4 ഗഡുക്കൾ ആക്കിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പുതിയ ചില ആൾക്കാർ പേരാൻ പറയുന്നില്ല, നമ്മൾ അവർക്കൊക്കെ അങ്ങനെ വന്നിരിക്കുന്നത്. അതും വേണമെന്നില്ല, മറ്റു ചില ഉപാധികൾ മതി എന്നുള്ള. എനിക്കറിയില്ല, ഞാനതിൻ്റെ ആളല്ല. ചില ആരോപണങ്ങൾ നമ്മളിപ്പം പുറത്തു വന്നത് കേസാവണം, അതിന്റെ തെളിവുകൾ വേണം. പക്ഷെ അത് ഭയങ്കര അതിക്രൂരമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിരുന്നൊക്കെയാണ്. മുറിയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ അടച്ചിട്ട രീതിയിൽ അവിടെ ആക്രമിച്ചു. അതിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ സാഹചര്യം ഉണ്ടോയെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നില്ല സാഹചര്യം, അല്ലേ? വീടുകളിൽ തന്നെ നമ്മൾ ഭയങ്കര സുരക്ഷിതരാണോ? എത്ര കഥകൾ വരുന്നു. സ്വന്തം വീടുകളിൽ പീഡിപ്പിക്കപ്പെട്ട കുട്ടികളെ പറ്റി കഥകൾ പത്രത്തിൽ വരുന്നില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട് ഭയങ്കര സുരക്ഷിതമാണ് നമ്മൾ വിചാരിക്കും. സുരക്ഷിതമല്ല. ബന്ധുക്കൾ തന്നെയാണ് പലപ്പോഴും ഈ പീഡനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഒരിടവും സുരക്ഷിതമല്ല. നമ്മൾ സുരക്ഷിതത്വത്തെക്കുറിച്ച് അവനവൻ ബോധവാനാകുന്നുള്ളൂ. ഇപ്പോൾ ട്രെയിനിൽ പോകുന്ന ആൾക്കാർ, ഇപ്പം എന്തൊരു ഡോക്ടറെ വരെ കയറി കുത്തിക്കൊല്ലുന്ന കാലമാണ്. ട്രെയിനിലെ TTR പിടിച്ച് തള്ളിയിട്ട് പോകുന്നില്ലേ? ആലോചിച്ചു. അപ്പോൾ സുരക്ഷിതരാണെന്ന് നമ്മൾ ധരിക്കുന്നത് ഒരിടവും സുരക്ഷിതമാണ്. അല്ല, പ്രത്യേകിച്ചും ഈ നമ്മുടെ ഈ പ്രൊഡ്യൂസറായ സംവിധായകൻ, അത്ര സിനിമ മേഖലയിലുള്ള ആളുകളൊക്കെ ഇൻഡിവിജ്വലി ഒക്കെ കാണേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ അതൊരു സുരക്ഷിത ബോധം, ഒരു അരക്ഷിതമായ സാഹചര്യം ഉണ്ടോ? അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഇങ്ങനെ ദുരുദ്ദേശത്തോടു കൂടി വരുന്ന, നിങ്ങൾ പറഞ്ഞ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ആരാണെങ്കിലും അവർക്ക് മനസ്സിലാവും. മനസ്സിലായോ? അല്ലേ? ഇന്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആൾക്കാരല്ലേ എല്ലാവരും. ചോറലയിൽ നിന്ന്